നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫോൺ എടുക്കുന്നില്ലല്ലോ അച്ഛാ. ചിലപ്പോ രാവിലെ പുറത്തിറങ്ങാനും ഇറങ്ങിയതായിരിക്കും. എന്നാലും ഫോൺ എപ്പോഴും കയ്യിൽ തന്നെ കാണും. ഇനി എന്തേലും വയ്യാണ്ടായി കാണുമെന്ന് എന്റെ പേടി. അതാ എന്റെ സംശയം. ഇന്നലെ ഇവിടുന്ന് ആരോടും പറയാതെ പോയത്. ഈശ്വരാ. അതെ, എന്ന് കരുതി മോള് പേടിക്കണ്ട. മോളെ, അടുത്ത വീട്ടിലെ ആരുടെയും നമ്പർ ഉണ്ടോ? എങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം. അപ്പുറത്തെ സുമേച്ചയുടെ നമ്പർ ഉണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കാം. ഹലോ സുമേച്ചി, സുമേച്ചി വീട്ടിലുണ്ടോ? എന്താ മോളെ കാര്യം? ഒന്ന് വീട് വരെ പോയി അച്ഛനവിടെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. അയ്യോ, ഞാൻ അവിടെ ഇല്ലല്ലോ മോളെ, പുറത്താ, ഒരു കടയിലേക്ക് വന്നതാ. ശ്രുതിക്ക് എങ്ങനെയുണ്ട് മോളെ? സുധേട്ടന് കുഴപ്പമില്ല. ശരി ചേച്ചി. നമ്മളിനി എന്ത് ചെയ്യും അച്ഛാ? നമുക്കൊന്ന് മോടെ വീട് വരെ പോയി നോക്കിയാലോ? അപ്പൊ ഇവിടുത്തെ കാര്യം ആരും നോക്കാനാ? സുധേട്ടന് ബോധം വരുമ്പോ നമ്മൾ ഇവിടെ തന്നെ വേണ്ടേ? അത് സാരമില്ല മോളെ, അതിനുമ്പ് നമുക്ക് തിരിച്ചു വരാം. എന്നാ നമുക്കിപ്പൊ തന്നെ പോയാലോ അച്ഛാ? പോവാം. മോളാ ചായ കുടി. ഞാനേ പാർവതിയോട് പറഞ്ഞിട്ട് വരാം. എന്നാലും അച്ഛനത് എവിടെ പോയതായിരിക്കും? ചേട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യണം. മോളെ, മോളെ ഗേറ്റ് പൂട്ടിട്ടില്ലല്ലോ. അപ്പൊ അച്ഛനകത്ത് തന്നെ കാണും. വാ. അകത്ത് കുറ്റിയിട്ടിരിക്കുക. ഞാനൊന്നേ ബെല്ലടിക്കട്ടെ. അച്ഛാ, അച്ഛാ വാതിൽ തുറക്ക്. സുമാരാ, സുമാരാ. ഇനി വാതില് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. മോടെ താക്കോലുണ്ടോ? ആ, താക്കോലുണ്ട്. അച്ഛാ, മോളെ, ആളിവിടെ ഇല്ലെന്നാ തോന്നുന്നേ. ഞാനേ ഒന്ന് മോളെ നോക്കിയിട്ട് വരാം. സുമാരാ, സുമാരോ, സുമാരാ. അച്ഛാ. അച്ഛാ. അവിടെങ്ങും ആളില്ല. ചിലപ്പോ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു പോയി കാണും. അങ്ങനെയാണെങ്കിൽ ഫോൺ വിളിച്ചെടുക്കത്തെന്താ? അച്ഛനായിരിക്കും. നിങ്ങൾ ഇവിടേക്ക് വരുന്നത് കണ്ട് വന്നതാ മോളെ. ശ്രുതിക്ക് എങ്ങനെയുണ്ട്? ഉടനെ ഡിസ്ചാർജ് ചെയ്യോ? ഇല്ല സുമേച്ചി, കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. അച്ഛാ, ഇത് സുമേച്ചി, തൊട്ടടുത്ത വീട്ടിലെയാ.
നമസ്കാരം. സുമേച്ചി അച്ഛനെ എവിടെങ്ങാനും കണ്ടായിരുന്നോ? ഇല്ലല്ലോ മോളെ. അച്ഛൻ ഇന്നലെ ആശുപത്രിയിലില്ലായിരുന്നോ? സുമാരൻ ഇന്നലെ കുറച്ചു നേരത്തെ ആശുപത്രിയിൽ നിന്ന് പോന്നതാ. ഇതുവരെ തിരിച്ചു വരാത്തോണ്ടാണ് ഞങ്ങൾ അന്വേഷിച്ചു വന്നത്. സുകുമാരേട്ടന്റെ കാര്യമല്ലേ, വരുന്നതും പോകുന്നതൊന്നും ആരും അറിയത്തില്ല. ചിലപ്പോ രാവിലെ തന്നെ തിരിച്ച് ആശുപത്രിയിൽ പോയി കാണും. എന്നാ പോട്ടെ മോളെ. ആ ശരി. ആശ്രയി പറഞ്ഞാ മോളെ ശരി. സുമാരൻ ആശുപത്രിയിലേക്ക് തന്നെ പോയി കാണും. ഞാനെന്താ വിളിച്ചു പോകാം. എന്നാലും എന്റെ മുറിയിലുണ്ടായിരുന്ന ആ ഫോട്ടോ അച്ഛൻ എന്തിനായിരിക്കും അത് സോഫയിൽ കൊണ്ടുവച്ചത്? അച്ഛന്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ. ആശുപത്രിയിലേക്കാ പോയെങ്കിൽ പിന്നെ അച്ഛനെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോനെ, ഇതേട്ടാ മൊബൈൽ ചാർജ് തീർന്ന് ഓഫായി പോയി. കുറച്ചു നേരത്തേക്ക് ഒന്ന് ചാർജ് ഇട്ട് വെച്ചേക്കുവോ? ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് വരാം. ശരി. എന്റെ മോളുടെ വിധി ഇങ്ങനെയായി പോയല്ലോ ദേവി. ഞാൻ അവളെ എങ്ങനെ സമാധാനിപ്പിക്കും? സുധിയനെ ഒരിക്കലും കിടക്കെഴുത്ത് എഴുതേക്കില്ല എന്ന് അവൾ അറിഞ്ഞ അവളിതെങ്ങനെ സഹിക്കും? എന്റെ മോളെ ചേർത്ത് പിടിക്കാനുള്ള ശക്തി നീ എനിക്ക് തരണേ ദേവി. മോളെ കോഫി. അപ്പച്ചി എന്തിനാ കോഫി എടുക്കാൻ പോയത്? ഇതൊക്കെ ഇന്നലെ എടുക്കില്ലേ? ഓ, അതൊന്നും അവൾ എടുത്ത ശരിയാവത്തില്ല മോളെ. ജോലിക്കാരെ അവരുടെ കടമ നിറവേറ്റുന്നു, അത്രേ ഉള്ളൂ. അത് മാത്രല്ല, അപ്പച്ചിയുടെ കൈ കൊണ്ട് ഒരു കാപ്പി ഉണ്ടാക്കി തരുന്ന സന്തോഷം ആ കാപ്പിക്ക് കിട്ടുവോ? അത് അപ്പച്ചി പറഞ്ഞ ശരിയാ. അപ്പച്ചി ഉണ്ടാക്കുന്ന കാപ്പിക്ക് ഒരു പ്രത്യേക രുചിയാ. ദേ, ആരോ വിളിക്കുന്നു മോളെ. അത് ഏതെങ്കിലും സഹായത്തിന് വേണ്ടിയുള്ള ആളുകളായിരിക്കും. പരിചയമില്ലാത്ത നമ്പറാ. ചിലപ്പോ മോക്ക് ഗുണമുള്ള ഏതെങ്കിലും കാര്യത്തിലാണെങ്കിലോ? അല്ല, അങ്ങനെയും സംഭവിക്കാലോ. മോൾ എന്തായാലും ആ ഫോൺ എടുത്തിട്ട് ആരാണെന്ന് നോക്ക്. ഹലോ അക്ഷര, ദേവി ഇത് നീ ഫോൺ കട്ട് ചെയ്യരുത്. എനിക്ക് നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നേലിൽ എന്നെ വിളിക്കരുത്. ഗെറ്റ് ലോസ്റ്റ്. ആരാ മോളെ? ഒന്നുമില്ല, ഒരു ഫ്രോഡ്. അവൻ കാരണം ഇന്നത്തെ ദിവസത്തെ എന്റെ മൂഡ് മുഴുവൻ പോയി. എന്റെ മോളെ തോപ്പിക്കാൻ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും. പക്ഷേ അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ ആവണ്ട. എന്റെ സന്തോഷ സ്വപ്നങ്ങളും എല്ലാം ഇല്ലാതാക്കിയത് അവന്. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ അവനെ പറിച്ചെറിഞ്ഞതാ. ഇപ്പൊ അവൻ എന്നെ വീണ്ടും കാണണമെന്ന്. അവന് ഞാൻ കാണാൻ പോണോന്ന്. ഇഡിയറ്റ്. മോളതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട. അപ്പച്ചി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. മോള് വാ. ഞാൻ വരാം. അപ്പച്ചി പോയിക്കോ.